ലോക നേതാക്കന്മാരാരും മോഡിയെ ചൊറിയാൻ പോയിട്ടുണ്ടോ? അവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. ചൈന ആദ്യത്തെ ഉദാഹരണം ചൈനയാണ്. അമേരിക്ക ഈ ട്രംപ് ഇന്ത്യയെ അംഗീകരിക്കാനും മോദിയെ ആദരിക്കാനും പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ മോദി ചൈനയ്ക്കെതിരെ എടുത്തൊരു നിലപാടാണ്. ഷീ ജിൻപിങ് വിചാരിച്ചത് പണ്ട് ഈ ചൗമല്ലയുടെ കാലത്ത് നെഹ്റുവിൻ്റെ കാലത്തെ ഇന്ത്യയാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ. അദ്ദേഹം പാവമാണ് എന്ന് ധരിച്ചു വെച്ചു. അത് ഷീ ജിൻപിങ് ആദ്യം ചൊറിഞ്ഞത് റോഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ചൈന നിർമ്മിച്ച റോഡ് ഡോക്ലാമിൽ വന്നപ്പോൾ നിന്നുപോയി. ഡോക്ലാം ഇന്ത്യയുടെയും ചൈനയുടെയും ഭൂട്ടാൻ്റെയും കൂടെ അതിർത്തിയിലുള്ള സ്ഥലമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഭൂട്ടാൻ്റെയാണ്. പക്ഷേ ഭൂട്ടാൻ്റെ ഡിഫൻസ് നമുക്കാണല്ലോ. ഇവിടെ വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചൈന പറഞ്ഞ് ഞങ്ങളുടെ സൈന്യം ഇപ്പോൾ വന്നാൽ വിവരമറിയും, അതുകൊണ്ട് ഞങ്ങളുടെ ഈ റോഡ് നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ കടന്നുപോയി റോഡ് വെട്ടാൻ അനുവദിക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലതെന്ന് പറഞ്ഞു. ഈ 48 മണിക്കൂറിൻ്റെ അന്ത്യശാസനം നിൽക്കുമ്പോഴാണ് നരേന്ദ്രമോദി നേരെ ഇസ്രായേലിലേക്ക് പോകുന്നത്. വളരെ വ്യക്തമാണല്ലോ സന്ദേശം. നിൻ്റെ അന്ത്യശാസനത്തിന് കാശിൻ്റെ വില ഞങ്ങൾ കൊടുക്കുന്നില്ലാണ്. മോദിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോദി പറഞ്ഞു അതിർത്തി കാക്കുന്നത് പ്രൈം മിനിസ്റ്റർ അല്ല, ഇന്ത്യൻ അതിർത്തി കാക്കാൻ പട്ടാളമുണ്ട്. ഇന്ത്യ അതിർത്തി കടന്ന് ചെന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് പട്ടാളത്തിന് അറിയാമുണ്ട്. പ്രധാനമന്ത്രിയൊന്നും വേണ്ട, അതവർ ചെയ്തോളും. ഇന്ത്യൻ പട്ടാളം സുരക്ഷിതമാണ്, സുശിക്ഷിതമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടികളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു പോയി. അവിടെ റോഡ് പണി നിർത്തിവെച്ചു.